നോക്കിക്കേ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. സ്വീഡനിലുള്ള ഹാംസ്റ്റെഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ഡാങ്ഷ ഫോൾസ് എന്ന് പറയുന്ന ഒരു അപ്പൊ ഇതാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാടിന്റെ ഉള്ളിലോട്ട് ഉള്ളൊരു വഴിയാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടവും പിന്നെ നല്ല ഭംഗിയുള്ള സ്കാൻഡിനേവിയൻ കാടും നോക്കി ചുവന്ന് കിടക്കണല്ലേ. നല്ല രസം. താൻ അവിടെ നിന്നിട്ട് തന്നെ നല്ല രസം. ഇത് കണ്ട ഈ കല്ലൊക്കെ കണ്ട വിഷ്ണു, ഈ ബ്രൗണിന്റെ അകത്തെ ഇങ്ങനെ ഗ്രീൻ കളർ വന്നിട്ട് നല്ല രസം. അപ്പൊ നമുക്ക് ലേറ്റ് പോണതിനു പോവാം. സിനിമകളിലൊക്കെ കാണുന്ന കണക്കുള്ള സ്ഥലമല്ലേ. മറ്റേത് മെയിൻ ഇതാന്ന് തോന്നുന്നല്ലേ? ഏതാ? ആ വഴി ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവഴി റൂട്ട് കാണിക്കുന്നില്ല വിഷ്ണു. ഇത് കുഴപ്പമില്ല. അത് ചിലപ്പോ ഈ പറഞ്ഞ കണക്ക് മെയിൻ വഴിയായിരിക്കും. അവിടേക്കൊക്കെ ഇറങ്ങാട്ടോ വേണമെങ്കിൽ. എവിടെ? ആ ഭാഗത്തൊക്കെ ഇറങ്ങി നോക്കാൻ വേണമെങ്കിൽ. തന്നെ വീഴും വേണ്ട. ഭയങ്കര ഒരു മാജിക്കൽ അറ്റ്മോസ്ഫിയർ ആട്ടോ ഇതിന്റെ ഉള്ളിൽ. ചെറിയ മൂടൽ മഞ്ഞൊക്കെ ആയിട്ട്. എനിക്കറിയില്ല വീഡിയോയിൽ മൂടൽ മഞ്ഞ് കിട്ടുമെന്ന്. യൂഷ്വലി വീഡിയോയിൽ മൂടൽ മഞ്ഞ് കിട്ടൂലല്ലോ. മഞ്ഞെല്ലാം ഉരുകി പോയിട്ടേ. മഞ്ഞെല്ലാം ഉരുകി പോയി നല്ല ഇലകളൊക്കെ കിടക്കണുണ്ടോ. ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇന്ന് വരണമെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ നഷ്ടമായി പോയനോട്ടോ. വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. വിളിച്ചിറക്കിക്കൊണ്ടെന്നാണ്. പിന്നെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് നല്ല പ്രൈവസിയാണ്. താമസമുള്ള ഏരിയ തോന്നുന്നില്ല കേട്ടോ. താമസം ഒരു മനുഷ്യനില്ല. എന്തായാലും നല്ല ഭംഗി. ആ ഏരിയ അങ്ങോട്ട് ഇറങ്ങി നോക്കണം. ഇറങ്ങേണ്ട വിഷയം തന്നെ വീഴും. ഇങ്ങനെ ഈ മറ്റേ പോട്ടിലൊക്കെ ഇത് നട്ടു വളർത്തുമല്ലോ. ഇതിനൊക്കെ എന്തോ പറയും. ഇതൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് മാത്രം പിടിക്കണ സാധനങ്ങൾ. കാട്ടിന്ന് ഇങ്ങനെ പറിച്ചോണ്ട് പോയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ട് ആ പോട്ട് അതിനെന്തോ പറയും കേട്ടോ. അത് ചെയ്യുന്ന ആളുകളുണ്ട്. നല്ല ഭംഗിയുള്ള പുല്ലല്ല, എന്തോ ഒരു ചെടി എന്തോ ടൈപ്പ് ഒരു പ്ലാന്റ് അല്ലേ. ഫ്രണ്ടിലോട്ട് കയറി നടന്നു. എന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ടു. എന്റെ ഇടയിൽ കൂടെ ഒന്ന് ഇറങ്ങി നോക്കണം. കാട്ടിക്കൂടെ ഒന്നും പോകണ്ട, വഴി കൂടെ പോയാൽ മതി. അല്ല, ഈ വെള്ളത്തിന്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്റെ ഇഷ്ടം വേണ്ട കേട്ടോ. ഇവിടെ ഉറപ്പ് കാണും. എനിക്ക് കാട്ടിക്കൂടെ മുള്ളിട്ട് പോകാൻ. ഇത് ആക്ച്വലി നല്ല സോഫ്റ്റ് മണ്ണാട്ടോ. അതായത് നടക്കാൻ കാല് കുഴിഞ്ഞു പോണ ടൈപ്പ് മണ്ണാണ്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. എങ്ങനെയുണ്ട് വെള്ളം? ബ്ലാക്ക് കളറാ. ആണോ? ഇതിവിടെ കെട്ടി നിൽക്കുവാ തോന്നുന്നു. പക്ഷെ അവിടെ നല്ല ഒഴുക്കുണ്ട്. ഇവിടെ കെട്ടിക്കിടക്കണ വെള്ള. ഈ ഇലയുടെ ഇത് വന്നിട്ടേ ഇല വീണ് ചീഞ്ഞ പോലത്തെ നല്ല ഭംഗി കാണാനായിട്ട്. ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന ഷോട്ട് വലിയ ഹായ് പറ. ഓല്ലേ, ഇനി എന്തോരം ദൂരം കാണിക്കണ്ട്? ഇതില് കാണിക്കുന്നില്ലെന്നേ. ഈ റൂട്ട് കാണിക്കുന്നില്ലല്ലോ. എന്നാ പോട്ടെ, നടന്നു പോട്ടെ. ഇവര് ഈ കളർ അടിച്ചു വെച്ചേക്കുന്നില്ലേ, വഴി തെറ്റിയിട്ടില്ലെന്ന് കാണിക്കാനാ. എന്തെങ്കിലും അറിവ് വേണേ എന്നോട് ചോദിച്ചാ പോരെ. അതൊരു നല്ലൊരു അറിവായിരുന്നു അല്ലേ. പക്ഷേ ആ രണ്ട് കളർ എന്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ചിലപ്പോ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു സാധനം അല്ലാന്ന് തോന്നാൻ വേണ്ടിട്ടായിരിക്കും. ഒരാളെ കണ്ടുട്ടോ. ആരൊക്കെ വരുന്നുണ്ട്? ഹലോ, വെള്ളം കിടക്കുന്നുണ്ടോ? ഇത് ഐസ് വിഷ്ണു, പക്ക ഐസ് കണ്ടോ താൻ? എന്റെ അമ്മേ, ഐസ് വളയെ കിടക്കണേ. അനക്കാൻ പറ്റുന്ന കമ്പും കൊണ്ട് അനക്കാൻ പറ്റുന്ന. ഞാൻ കമ്പോട്ട് ഇങ്ങോട്ട് ഇട്ടാ പോരെ? അല്ലല്ല, അതുമേക്ക് ഐസുമേക്ക് ഒന്ന് ഒട്ടിച്ചേക്ക്. ഓ, നല്ല കട്ടിയുണ്ടല്ലോ. നല്ല കട്ടി. വിഷ്ണു അനാവശ്യം കാണിക്കല്ലേ. അടങ്ങിരി വീട് ഇങ്ങോട്ട് കയറി.
ഇത് നല്ല കട്ടിയുണ്ട്. നല്ല കട്ടിയുണ്ട്, ചിലയിടത്ത് താഴേക്ക് വിടും. ഇങ്ങോട്ട് വാ. അതായത് ഒരാൾക്ക് നടക്കാതെ കൂടെ ഞാൻ ഇറങ്ങിയാ കിട്ടും ഇങ്ങോട്ട്. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല, നേരെ പോകാം. വലിയ ഈ കാണുന്നതൊക്കെ ഐസാ. അതെല്ലാം ഐസ്, എനിക്ക് മനസ്സിലായി. വെള്ളമില്ല, അല്ല ഐസായി കിടക്കും. പക്ഷെ മോളി മാത്രമുള്ള ഐസ്, ചിലയിടത്തൊക്കെ കട്ടി കുറഞ്ഞ ഐസായിരിക്കും. നമ്മൾ ചവിട്ടുമ്പോൾ താഴേക്ക്. ടെമ്പറേച്ചർ 0യുടെ മുകളിലേക്ക് വന്നെങ്കിലും ഈ ഐസ് ഒന്നും ഉരുകിയില്ല. അപ്പൊ നല്ല തണുപ്പുള്ള വന്നായിരുന്നെങ്കിലേ ഇവിടെ നടക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വഴി ദൂരെ കൂടുതലായിരിക്കും കേട്ടോ. ഇതിൽ കൂടെ രാവിലെയൊക്കെ ഇപ്പൊ മിക്കവാറും ഇഷ്ടംപോലെ ആൾക്കാർ വാക്കിങ്ങിനും ഉണ്ടാവില്ല. ഉണ്ടാവതേ കൽപാദങ്ങൾ കിടക്കുന്നുണ്ടോ ചെരുപ്പിന്റെ. പോയേനെ. ഓ മാൻ, ഈ വാൾപേപ്പറിലൊക്കെ കിടക്കൂല്ലോ അല്ലേ, അത് കണക്ക്. താനാ ദൂരെ നീരാവി എന്തോ പറക്കുന്നതിന്റെ മുകളിൽ കൂടെ. ഈ മഞ്ഞില്ലേ, മുകളിൽ മഞ്ഞ് പോലെ. ശരിക്കും ഈ വാൾപേപ്പർ കിടന്ന സാധനമല്ലേ വലിയത്. താൻ ഇങ്ങോട്ട് നീങ്ങിക്കോ, തെന്നിയങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ക്യാമ്പിംഗ് ഗ്രൗണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെയർ പോലെ ഉണ്ട് കേട്ടോ. ഒരൊറ്റ പീസ് വേസ്റ്റ് പോലും ഇല്ല, പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം പോലും ഇല്ല. ഞങ്ങൾ അന്ന് പോയതിനെക്കാളും നല്ല അടിപൊളി സ്പോട്ട് ഇത് തന്നെയാ കേട്ടോ. അന്ന് പോയത് കുറച്ച് വെയിലൊക്കെ അടിച്ച് ആ ബീച്ചിന്റെ ഒക്കെ സൈഡിൽ കൂടെ അത് അത്ര സുഖമില്ലായിരുന്നു. മണ്ണും അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളാ എന്ത് രസം എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നെത്തിയാ നമ്മൾ ഈ വരുന്ന നേരെ വരേണ്ട വഴി കൂടെ വരും. അവിടെ ചെന്ന് ചാടിയിട്ട് ഓൾമോസ്റ്റ് എത്താറായി. ഇപ്പൊ നടക്കാനുള്ള വഴി ശരിക്കും വീതി കുറഞ്ഞു. പിന്നെ ഒരു അട്ടയോ തേരട്ടയോ ഒന്നുമില്ല അല്ലേ. വഴികൾ കിടക്കണുണ്ടോ, പേരുകൾ പോയേക്കുന്നുണ്ടോ, പേരുകൾ പോയേക്കണുണ്ടോ. ഒരു ജീവി പോലും ഇല്ലല്ലോ അല്ലെ, ഒരു പ്രാണി ഒന്നും ഇല്ലല്ലേ. പ്രാണിയൊക്കെ ഉണ്ട് തന്നെ പറക്കുന്നത്. ഇലയൊക്കെ വന്ന് തുടങ്ങിയോ? അത് വന്നു തുടങ്ങിയതാണോ? അത് ഉണ്ടായിരുന്നായിരിക്കും, പൊഴിഞ്ഞു പോകാത്ത. ഇവിടുന്ന് അങ്ങോട്ടേക്കാ കാണിക്കുന്നത്. മാപ്പ് കാണിച്ച് ഡെയിലി പോണ്ട വഴി പറ. ഇതിലല്ലേ ഇതിലങ്ങോട്ട് കയറി പോ. ഇവിടെ വഴിയൊന്നും കാണുന്നില്ല. എന്റെ അമ്മോ, ഈ മരം നോക്കിയല്ലേ, ഈ മരം കണ്ടോ, ഈ ഒരു സീരിയസ് ലുക്ക് അല്ലേ. എന്നിട്ട് പൊളി സ്ഥലം കേട്ടോ, സൂപ്പർ. ഫുഡ് ബ്രേക്ക് തുടങ്ങിയിട്ടുണ്ട്. സ്നാക്ക് ബ്രേക്ക്, വലിയൊരു സ്നാക്ക് ബ്രേക്ക് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ പെടുമെന്നാണ് തോന്നുന്നത്. ഫുഡ് ഉണ്ട് ആയിട്ടിരിക്കാൻ. ബട്ട് ഈ ഒരു സ്ഥലം ഒന്ന് നോക്കി. അപ്പൊ നമ്മൾ ഈ റോട്ടിൽ വന്ന് കയറി. അവിടുന്ന് അല്ലെങ്കിൽ ഈ റോഡ് നടന്നു വരേണ്ടി വന്നേനെ, ഇത്ര സാധനങ്ങൾ മിസ്സായനെ. ആ സൈഡിൽ കൂടെ അല്ലേ വഴിയുണ്ട് കാട്ടി ഓടാൻ. വേസ്റ്റ് ഒന്നും വിടുന്നില്ല കേട്ടോ, എല്ലാം മടക്കി ബാഗിലാക്കി. ഇങ്ങോട്ട് ഇത് പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ വരുന്നവർക്കുള്ള. ഇവിടെ ക്യാമ്പർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തോന്നുന്നു. ഇവിടെ പാർക്കിങ്ങിന്റെ കുറച്ച് ഇൻഫർമേഷനും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 100 meters ബാക്ക് ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട്. ആ ബോർഡ് തുടങ്ങി ഇങ്ങോട്ട് വണ്ടി കയറാൻ പാടില്ല. വണ്ടിക്ക് വരുന്നവർക്കൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ഇത്ര നടക്കാനുണ്ടാവുള്ളൂ. പക്ഷെ വണ്ടിക്ക് വരരുതല്ലേ, വണ്ടിക്ക് വരരുത്, മിസ്സാവും. വണ്ടിക്ക് വന്നാൽ ട്രയല് മിസ്സാവും. ഈ വഴിയും വണ്ടിക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റിയ സംഭവം തോന്നുന്നല്ലേ. ബട്ട് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ വണ്ടി ഇങ്ങോട്ട് ഇറക്കരുത് എഴുതി വെച്ചിട്ട്. അപ്പൊ അത്യാവശ്യം ഉള്ള വണ്ടികൾ മാത്രം ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. ചിലപ്പോ ഇവിടെ വീടുകൾ ഉണ്ടാകും, പറയാൻ പറ്റില്ല. പുറത്തൊക്കെ ചിലപ്പോൾ വീടുകൾ. ഇത് വണ്ടി പോയിട്ടുണ്ട് ഈ റോഡ്. വണ്ടി പോകാൻ പറ്റിയ വഴിയാണ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പാളൻ അങ്ങോട്ടാന്ന് തോന്നുന്നു. 2-3 സ്പോട്ടായിട്ട് തിരിച്ചൊക്കെ തോന്നുന്നു. അവിടെ വെള്ളത്തിനടുത്തോട്ട് വണ്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാന്ന് തോന്നുന്നു. പിന്നെ ഒരു അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഫ്രണ്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു വന്നിട്ട് അതിൽ ഇറങ്ങാം. ഏതാ പോണ്ടേ? നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു ക്യാബിനൊക്കെ ഉണ്ട് കണ്ടോ. അങ്ങോട്ട് എൻട്രൻസ് ഇല്ലല്ലോ, ഒരു ഗൈഡ് ഒന്നും ഇല്ലാത്തോണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നില്ല. നമുക്ക് ആ കാട്ടിലോട്ട് പോയേക്കാലോ. നമുക്ക് പോളൻ ഏതാന്ന് ഗൂഗിളിൽ നോക്കട്ടെ. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നു. അപ്പൊ കുറച്ചും കൂടി മഞ്ഞിറങ്ങിയല്ലേ. ഈ സൈഡില് ഐസ് കിടക്കണ്ടല്ലേ, അതൊന്നും ഉരുകിയിട്ടേ ഇല്ല. ഒട്ടും വെള്ളത്തിന് അനക്കൊന്നും കേൾക്കണ്ട കേട്ടോ. ഫുൾ ഐസായി കിടക്കൂല്ലേ നോക്കി, നമ്മള് മറ്റേ വഴിയിലോട്ട് വന്ന് ചാടി കേട്ടോ. ആ വഴി വന്ന് കയറിയല്ലേ. അപ്പൊ ഇതല്ലായിരുന്നു നല്ല വഴി. നമ്മൾ അനങ്ങുന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഈ മാപ്പ്. വഴി കുറച്ച് തെറ്റിയോന്നൊരു സംശയം. മാപ്പ് നോക്കാണ്. കണ്ടോ, ഇവിടെ തന്നെയാ. ഈ വഴിയല്ല, നേരെ തന്നെയായിരുന്നു വന്നത്. തിരിച്ചു പോവാ. മഞ്ഞൊക്കെ വന്നിട്ട് ഇറങ്ങി തുടങ്ങി. അപ്പൊ നമ്മൾ ഓൾറെഡി നടന്ന വഴിയായിരുന്നു. റൂട്ടൊന്ന് തെറ്റിപ്പോയി. റൂട്ട് തെറ്റിയപ്പോ കുറെ സമയം പോയി. റൂട്ട് തെറ്റി നമ്മൾ പഴയ വഴിയിലേക്ക് തന്നെ എത്തിപ്പോയി. നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി പോകുന്നതാ. തിരിച്ചിങ്ങോട്ട് നടക്കും. ഇനി ഒരു 800 മീറ്റർ കൂടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് റോഡ് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു പ്രൈവറ്റ് ആണല്ലേ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്.
വിചാരിച്ചു. അപ്പുറത്ത് വീടും ഇതൊക്കെ കണ്ടപ്പോ ഈ വഴിയല്ലേ കാണിക്കുന്നത്? ഈ വഴി അനാവശ്യമായി കുറെ വഴി തെറ്റിപ്പോയി കാരണം അവിടുന്ന് അത്ര ഇല്ലായിരുന്നെങ്കിൽ ആ വന്ന വരെ എനിക്ക് കയറി വരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നെയും ഒരു 8 മിനിറ്റ് വാക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ ഉണ്ട്. വലിയ എന്തോ സൗണ്ടൊക്കെ പേടിയാന്ന് വിഷ്ണു. ആരോ കരയുന്ന സൗണ്ടൊക്കെ മനുഷ്യനില്ല. അവിടെ ഒരു വീട് തിരിച്ചു പോയാലോ 3.5 മീറ്റർ ഉള്ളി വാ. ഇതുണ്ടോ റൈറ്റ് സൈഡില് ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ അല്ലേ ഈ റൈറ്റ് സൈഡ് കണ്ടോ അല്ലേ? റൈറ്റ് സൈഡിൽ എന്താ കിളച്ചിട്ടേക്കണ പോലെ കാണുന്നറിയോ? കുതിര. ഇതൊരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ആട്ടോ തോന്നുന്നത് എനിക്ക്. ഇതൊരു വീട്ടിലോട്ട് കയറി ചെല്ലുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇലക്ട്രിക് ഫെൻസാ രണ്ട് സൈഡിലും. കറണ്ട് ഉണ്ടാവും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? വെള്ളം ചെറിയ ഒരു സൗണ്ട് കേൾക്കണ്ടല്ലേ? ടോയ്ലറ്റ് ആണോ അത്? ഓ അതെ ടോയ്ലറ്റ് ആട്ടോ വലിയത്. നാടിന്റെ നടുക്ക് ഒരു ടോയ്ലറ്റ് അല്ലേ? വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് വീൽ ചെയർ ആക്സസ് ഉള്ള ടോയ്ലറ്റ്. സൗണ്ട് കൂടി കൂടി വരുന്നുണ്ട്. സ്പീഡും കൂടി. അപ്പൊ അങ്ങനെ നമ്മള് എത്തിയിരിക്കുകയാണ്. കുറച്ച് വൈകിയാലും എത്തി. എന്റെ അമ്മേ നമ്മള് വിചാരിച്ചത് അത്ര കാണാനൊന്നും ഉള്ള ഇതിനുള്ള ഇല്ലാന്ന് വിചാരിച്ചല്ലേ. പക്ഷെ പ്രോപ്പർ വാട്ടർഫാളാട്ടോ. നല്ല സൗണ്ടാ. അമ്പോ ഈ സൈഡിലോട്ട് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. വലിയ കുറച്ച് അടുത്തേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. നല്ല ഇരുട്ടായി. അപ്പൊ ഇത്ര അടുത്ത് കാണായിരുന്നു അല്ലേ? അപ്പോ അത് കഴിഞ്ഞു. അടിപൊളി സ്ഥലമായിരുന്നു. സമയം 6 മണിയായി. അതുകൊണ്ട് നല്ല ഇരുട്ടായിട്ടോ. 5:45 സൺസെറ്റ് കാണിച്ചിരുന്നത്. 5:45 സൺസെറ്റ് കാണിച്ചു. ഇപ്പൊ ലൈറ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മള് ഡാങ്ഷാ ഫോളും അതിന്റെ ചുറ്റുമുള്ള കുറച്ചും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഫസ്റ്റ് ടൈം അവിടെ വരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വഴി തെറ്റിയെങ്കിലും അവസാനം നമ്മളത് കണ്ടുപിടിച്ചു. അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ബൈ.